ഇൻഹേലറിനെ കുറിച്ച് എല്ലാവർക്കും സംശയമാണ്. അതായത് ഇൻഹേലർ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ഇൻഹേലർ ഇല്ലാതെ നമുക്ക് ടാബ്ലറ്റും കൊണ്ട് നടക്കുമോ? അപ്പം നമുക്ക് ബേസിക്കലി ഇൻഹേലറിനെ കുറിച്ച് എപ്പോഴും ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ എന്നോട് കൂടുതലായിട്ട് ഇൻഹേലറിൻ്റെ ഡൗട്ട് ചോദിക്കുന്നത് ഇൻഹേലർ അഡിക്ഷൻ ഉണ്ടാക്കുമെന്ന്. അതായത് ഇൻഹേലർ എടുത്തു തുടങ്ങിയാൽ പിന്നെ അത് നിർത്താൻ പാടാവോ, അല്ലെങ്കിൽ ഇൻഹേലറിനോട് അഡിക്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ആദ്യമായിട്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാനിപ്പോൾ പറയാം. ഇൻഹേലറിനോട് ഒരിക്കലും നമുക്ക് അഡിക്ഷൻ ഉണ്ടാകത്തില്ല. ഇൻഹേലർ അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തുവല്ല. ഓക്കെ, അപ്പം ഇൻഹേലർ അത്ര ശ്വാസതടസ്സമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പെട്ടെന്നൊരു അറ്റാക്ക് വരുന്ന പോലെ ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. അതായത് ആസ്മ, COPD എന്ന് പറഞ്ഞ രോഗങ്ങൾക്ക് ആവശ്യമുള്ള രോഗികൾക്ക് കൊടുക്കുന്നതാണ് ഇൻഹേലർ. അപ്പം വേറെ കുറേ ചോദ്യങ്ങളും എന്നോട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓരോരോ ചോദ്യം നോക്കാം, അതിനുള്ള ഉത്തരം ഞാൻ പറയാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. അപ്പം JZPRZUN2S ചോദിച്ച ചോദ്യമാണ്, ഡസ് യൂസിങ് മോർ ഇൻഹേലർ സ്പീഡ്സ് അപ്പ് റിക്കവറി? അതായത് കൂടുതൽ ഇൻഹേലറിൻ്റെ ഡോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബെറ്റർ ആകാൻ പറ്റുമോ, അല്ലെങ്കിൽ സുഖം പ്രാപിക്കാൻ പറ്റുമോ എന്നുള്ള ഇതാണ് ചോദിച്ചേക്കുന്നത്. ഒരിക്കലും അല്ല. നമ്മൾ ഇൻഹേലറിൻ്റെ ഡോസ് നമ്മൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തതിലും കൂടുതലായിട്ട് നമ്മൾ എക്സ്ട്രാ എടുത്തെന്ന് വിചാരിച്ച് നമുക്കുള്ള അസുഖം പെട്ടെന്ന് നമുക്ക് റിക്കവറി അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് സുഖമാകാൻ പറ്റാറില്ല. അത് ആക്ച്വലി ചെയ്യാനും പാടില്ല. അപ്പോൾ ഓവർ ഡോസിലോട്ട് പോവും. ആ സമയത്താണ് ഇൻഹേലർ റിലേറ്റഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ്, അതായത് ചിലപ്പോൾ നമ്മുടെ വായിലാകാം, നമ്മുടെ പല്ലുകളിലാകാം, നമ്മുടെ മോണകളിലാകാം, തൊണ്ടയിലാകാം, അങ്ങനെ പല ഇഷ്യൂസും വരുന്നത്. അതുകൊണ്ട് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഹേലർ ഡോസ്, ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഹേലർ ഡോസ്, ആ ഡോസ് എത്ര ആണോ അത്രയും ഡോസ് എടുത്താൽ മതി. നമ്മളത് കൂടുതൽ ഡോസ് എടുത്തുകൊണ്ട് നമുക്കതും കൊണ്ട് ഒരു സുഖം കിട്ടുന്നതല്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. akshay.ms ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഈസ് ഇൻഹേലേഴ്സ് ലാസ്റ്റ് റിസോർട്ട്? അതായത് അവസാനമായിട്ട് ഉപയോഗിക്കേണ്ട മരുന്നാണോ ഇൻഹേലർ ബാക്കിയുള്ള മരുന്നുകളൊക്കെ എടുത്തതിന് ശേഷം? ഒരിക്കലും അല്ല. നമ്മൾ ആസ്മ, COPD, നമ്മുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇൻഹേലറാണ് പ്രൈമറി മെഡിസിൻ, അതായത് ഫസ്റ്റ് മെഡിസിൻ, അല്ലെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾ എടുക്കേണ്ട മരുന്ന്. എന്താണെന്ന് വെച്ചാൽ ഇൻഹേലറാണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക്, ഇൻഹേലർ കൂടെയാണ് നമുക്ക് മരുന്ന് ശ്വാസകോശത്തിൽ എത്തിക്കാനും പറ്റുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടിയ എഫക്റ്റ്, അതായത് ശ്വാസം മുട്ടലുള്ളവർക്ക്, ആസ്മ ഉള്ളവർക്ക് വേണ്ടിയ എഫക്റ്റ് കിട്ടുന്നത് തന്നെ നമ്മൾ ഇൻഹേലർ എടുക്കുമ്പോഴാണ്. നമ്മൾ ടാബ്ലറ്റ്സ്, വേറെ ഉള്ള ടാബ്ലറ്റ്സ് എന്നൊക്കെ പറയുന്നത് അതിനൊരു സപ്പോർട്ടീവായിട്ടുള്ള മരുന്ന് മാത്രമാണ്. ചിലപ്പം ചില പേഷ്യൻസിൽ, ചില രോഗികളിൽ നമുക്ക് ഇൻഹേലർ കൊണ്ട് മാത്രം നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റാറുണ്ട്. പലപ്പോഴും നമ്മൾ ഇൻഹേലർ ഉപയോഗിച്ച് രോഗികൾ ബെറ്റർ ആകുമ്പോൾ, അല്ലെങ്കിൽ പേഷ്യൻസിന് നല്ലൊരു ആശ്വാസം തോന്നുമ്പോൾ നമ്മൾ ആ മരുന്ന് കുറച്ച് കൊണ്ടുവന്ന് അവസാനം നമ്മൾ നിർത്തുക തന്നെ ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എമർജൻസി ആയിട്ട് എടുക്കുക, അത്രേ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പം ഇൻഹേലേഴ്സ് ഒരിക്കലും ലാസ്റ്റ് മെഡിസിൻ എന്നുള്ള രീതിയിൽ കരുതല്ല. ഇൻഹേലേഴ്സാണ് യൂഷ്വലി നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ ആദ്യം ഫസ്റ്റ് യൂസ് ചെയ്യേണ്ട പ്രൈമറി മെഡിസിൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാനൻ കിഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എനിക്ക് സുഖം തോന്നുമെങ്കിൽ എനിക്ക് ഇൻഹേലർ ഡോസ് ഒഴിവാക്കാനാകുമോ? നമ്മൾ സുഖം തോന്നുന്ന അനുസരിച്ച് നമുക്ക് ഇൻഹേലർ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഡോക്ടർ നോക്കിയിട്ട് നിങ്ങളുടെ ചെസ്റ്റ് എക്സാമിൻ ചെയ്തിട്ട് നോക്കിയിട്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് ഇൻഹേലർ ഡോസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റാറുണ്ട്. പലപ്പോഴും രോഗിക്ക് ബെറ്റർ ആകുന്നതനുസരിച്ച്, ഭേദമാകുന്നതനുസരിച്ച് നമ്മൾ ആ ഇൻഹേലറിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടൊന്ന് നിർത്താനും ശ്രമിക്കാറുണ്ട്. അതിനാണ് നമ്മൾ സ്റ്റെപ്പിംഗ് ഡൗൺ തെറാപ്പി എന്ന് പറയുന്നത് ആസ്മയിൽ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഹൈ ഡോസ് ഇൻഹേലർ തരേണ്ടി വരും. അപ്പോൾ ആ ഒരു രോഗിക്ക് ബെറ്റർ ആകുന്നതനുസരിച്ച് നമ്മൾ മരുന്ന് കുറച്ച് കൊണ്ടുവരും. അതായത് അതിൻ്റെ താഴത്തെ സ്റ്റെപ്പിലോട്ട് കൊണ്ടുവരും, അതായത് ഡോസ് കുറയ്ക്കും, ചിലപ്പോൾ എടുക്കുന്ന തവണകൾ കുറയ്ക്കും. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് പലപ്പോഴും നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കും. അതായത് ഇൻഹേലർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, റെഗുലറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. നമുക്ക് ഈ ശ്വാസം മുട്ടൽ കൂടാനുള്ള കാരണം എന്താണ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എന്തെങ്കിലും പൊടി, അങ്ങനത്തെ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ, അതെല്ലാം നോക്കി നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശ്വാസം മുട്ടൽ കുറയാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് നമുക്ക് മരുന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് നിർത്താനും പറ്റും. പക്ഷേ നിങ്ങൾ തന്നെ അത് തീരുമാനിക്കൽ ഡോക്ടറിനെ, പൾമനോളജിസ്റ്റിനെ കാണിച്ച് പൾമനോളജിസ്റ്റിനെ നോക്കിയിട്ട് വേണം ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബെറ്റ്സ് ചോദിക്കുന്ന ചോദ്യമാണ്, ഇൻഹേലറുകൾ അടിയന്തര ഉപയോഗത്തിന് മാത്രമാണോ? അതായത് ഇൻഹേലേഴ്സ് നമ്മൾ എമർജൻസിക്ക് വേണ്ടി മാത്രം എടുക്കുന്നതാണോ എന്ന്.
അല്ല, ഇൻഹേലേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ചില ഇൻഹേലേഴ്സ് ഉണ്ട് നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കുന്നത്. അതായത് കൂടെ ശ്വാസം മുട്ടൽ വരുന്ന ആൾക്കാർക്ക് എമർജൻസിക്ക് മാത്രം ഇൻഹേലർ എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ആ കൂടെ വരുന്ന ആ ശ്വാസം മുട്ടലൊന്ന് കൺട്രോളാക്കണം. അതിനുവേണ്ടി തന്നെ നമ്മൾ ആ ഇൻഹേലർ മെയിൻ്റനൻസ് ആയിട്ട് കൊടുക്കാറുണ്ട്. ചില ഇൻഹേലേഴ്സ് അതായത് രാവിലെയും വൈകുന്നേരം എടുക്കാൻ പറയും, അല്ലെങ്കിൽ രാവിലെയും രാത്രി എടുക്കാൻ പറയും. പിന്നെ ആൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻഹേലർ കുറച്ച് കൊണ്ടുവരും. പിന്നെ പതുക്കെ ബെറ്റർ ആകുന്നതനുസരിച്ച് നമ്മളത് നിർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഹേലേഴ്സ് ഒരിക്കലും എല്ലാ ഇൻഹേലേഴ്സും എമർജൻസിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മൾ മെയിൻ്റനൻസ് ആയിട്ടും ഇൻഹേലേഴ്സ് കൊടുക്കാറുണ്ട്. അതായത് കൂടെ ശ്വാസം മുട്ടൽ വരുന്ന ആൾക്കാരിൽ അങ്ങനെ വരുന്ന തവണകൾ കുറയ്ക്കാനും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ്റനൻസ് ഇൻഹേലേഴ്സും കൊടുക്കാറുണ്ട്. റെസ്ക്യൂ അതായത് എമർജൻസി ഇൻഹേലേഴ്സും ചിലപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഋതു MJ ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടർ ഇൻഹേലർ ആണോ ടാബ്ലറ്റ് ആണോ കൂടുതൽ ഫലപ്രദം? അതായത് ഇൻഹേലേഴ്സ് ആണോ അല്ലെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് ഫോമിൽ ശ്വാസം മുട്ടലൊക്കെ വരുമ്പോൾ എടുക്കുന്ന ടാബ്ലറ്റ് ഏതാണ് കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുന്നത്? ഇൻഹേലേഴ്സ് തന്നെയാണ്. ഇൻഹേലേഴ്സ് ആണ് എപ്പോഴും നമ്മുടെ ശ്വാസകോശ സംബന്ധമായ പ്രത്യേകിച്ച് ശ്വാസം മുട്ടൽ അങ്ങനത്തെയൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഏറ്റവും കൂടുതൽ നമ്മുടെ ലങ്സിൽ എത്തിക്കാൻ പറ്റുന്ന എന്തായാലും ഇൻഹേലേഴ്സ് ആണല്ലോ. അതുമാത്രമല്ല അതിലുള്ള മരുന്നിൻ്റെ കോമ്പോസിഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻഹേലേഴ്സ് തന്നെയാണ് ഏറ്റവും എഫക്റ്റീവ്. ടാബ്ലറ്റ് ക്യാപ്സ്യൂൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ ആ ഇൻഹേലറിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ടിങ് റോളുള്ള മരുന്നുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഹേലേഴ്സ് തന്നെയാണ് എപ്പോഴും മോർ എഫക്റ്റീവ്, ഏറ്റവും കൂടുതൽ നമുക്ക് ഫലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഹേലേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടും ചില ആൾക്കാർക്ക് ചിലപ്പം ചെറിയൊരു സിംറ്റംസ് ഉള്ളപ്പം നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുന്ന സപ്പോർട്ടീവായിട്ടുള്ള മരുന്നുകളാണ് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ തവണയായിട്ട് ചോദിച്ചേക്കുന്ന ഇൻഹേലറിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ. അപ്പം ഇൻഹേലേഴ്സ് ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാക്കുന്നതല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻഹേലേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങിയ അല്ലെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങിയ നമുക്ക് ജീവിതകാലം മൊത്തം ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയില്ല. വളരെ കുറച്ച് ടൈം യൂസ് ചെയ്തിട്ട് നമ്മളത് കുറച്ചുകൊണ്ടൊന്ന് നിർത്തിയ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഹേലറിനെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെ എക്സാമിൻ ചെയ്തിട്ട് നിങ്ങളുടെ നെഞ്ച് നോക്കിയിട്ട് പൾമനോളജിസ്റ്റ് തീരുമാനിക്കുകയാണ് ഇൻഹേലർ എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെതായ കാരണം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഹേലർ യൂസ് ചെയ്യാതിരിക്കേണ്ട. യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഡെഫിനറ്റ്ലി അതുകൊണ്ട് ബെനിഫിറ്റേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഹേലർ ജീവിതകാലം ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. മിക്ക ആസ്മയുള്ള ആൾക്കാരിൽ ജീവിതകാലം മൊത്തം ഉപയോഗിക്കേണ്ടി വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഇൻഹേലർ കുറച്ച് കൊണ്ടുവന്നിട്ട് നിർത്താനും പറ്റാറുണ്ട്. നിങ്ങൾക്ക് ഇൻഹേലറിനെ കുറിച്ച് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ കമൻസ് ആയിട്ട് ഇടാം. അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ അതിലുള്ള ഏറ്റവും ജെന്യുവനായിട്ടുള്ള അതായത് ഏറ്റവും പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ട് വേറൊരു ഡൗട്ട് ക്ലിയറിങ് സെഷൻ പോലെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.